എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്കനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ്. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് പ്രിയപ്പെട്ട ആരാധനായ അജിത് GS, അദ്ദേഹം സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിൽ നിന്ന് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നാണ് പ്രയോജനം ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഓരോ പ്രത്യേക ദിവസങ്ങളിൽ നടത്തി. കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ ദിനവുമായി ബന്ധപ്പെട്ട് ഡിസംബർ 10 നടത്തുകയുണ്ടായി. ഇന്ന് കാർത്തിക ദിവസം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ പരിപാടി തുടങ്ങുന്നതിൻ്റെ ഭാഗമായി സ്വാഗതം ആശംസിക്കുന്നതായിട്ട് ആരാധനായ ഈ പ്രസ്ഥാനത്തിൻ്റെ കൺവീനർ മുരളീധർ കേമ സ്നേഹത്തോടു ക്ഷണിക്കുന്നു. എല്ലാവർക്കും തന്നെ നമസ്കാരം. അത് ദേവി പറഞ്ഞ മാതിരി കഴിഞ്ഞ 8 വർഷത്തിലധികമായിട്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയറിന് ഒരു പൊതിച്ചോറ് എന്നുള്ള ഈ അന്നദാന പദ്ധതി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മളത് വിഭാവനം ചെയ്തെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം നമ്മൾ ഈ അന്നദാന പദ്ധതി ഇവിടെ നടത്തി വരുത്തുന്നുണ്ട്. ഇന്ന് GS അജിത്, അദ്ദേഹം നമ്മളോടൊപ്പം ഒരുപാട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് കാർത്തിക നാൾ, എല്ലാ കാർത്തിക നാളിലും അദ്ദേഹത്തിൻ്റെ വക ഇവിടെ അന്നദാനം അദ്ദേഹം ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരമൊരു സൽപ്രവൃത്തിക്ക് തിരിഞ്ഞ അദ്ദേഹത്തിനും കുടുംബാംഗങ്ങളോടുള്ള ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും നന്ദി അന്വേഷണത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഈ പരിപാടിക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇതിൻ്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി ചങ്കത്താണ്. ഗുരുവായൂരിലുള്ള സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വ പദവി അലങ്കരിച്ചുകൊണ്ട് ഇരിക്കുന്ന വ്യക്തിത്വത്തിനോട് വേണം അദ്ദേഹത്തെ വേദിയിലേക്ക് ആദരവോടുകൂടി തന്നെ സ്വാഗതിക്കുന്നത്. ഈ പരിപാടി നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തത് വസ്തുമൻ ടീച്ചറാണ്. ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആരംഭകാലം തൊട്ട് തന്നെ ഞങ്ങൾ നട്ടലായി പ്രവർത്തിച്ച് വരുന്നപ്പോൾ നേരത്തെ പരിപാടി സദ്യകളൊക്കെ ടീച്ചറെ വീട്ടിൽ വെച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ടീച്ചർ സഹിക്കേണ്ടെങ്കിൽ പോലും അത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇതിനുവേണ്ടി സഹകരിക്കുന്ന വ്യക്തിയാണ്. ടീച്ചറെ സന്തോഷത്തോടെ സാധിച്ചിട്ടുള്ളത്. മുരളി അകമ്പടി ഗുരുവായൂർദാസൻ കൃഷ്ണാടങ്കലി ആശാനാണ്. നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനത്തിൻ്റെ പരിപാടി ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ നേതൃത്വം സമയത്തെ ഏറ്റെടുത്ത് അതിവിടെ സുദീർഘമായ രീതിയിൽ നടപ്പിൽ വരുത്തുന്നതിന് ശ്രമിക്കുന്ന വ്യക്തിയാണ്. മുരളിയെ സ്നേഹത്തോട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ പ്രേംജി ഗുരുവായൂർ, രാജേഷ്, ജയൻ എന്നിവരോട് നമ്മളൊപ്പം ഉണ്ട്. അവരെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്തു വരുന്നു. കൂടാതെ നിങ്ങൾ ഓരോരുത്തരും ഈ അന്നദാനം സ്വീകരിക്കാൻ എത്തിച്ചേർന്നുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് രവി ചങ്കത്തിനെ അധ്യക്ഷ പ്രസംഗത്തിന് ക്ഷണിച്ചു. അപ്പോൾ നമ്മുടെ ഈ അന്നദാനത്തോടൊപ്പം നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളും വസ്ത്രദാനം നടത്തുന്നുണ്ട്. നിങ്ങളുടെ വീടുകളിൽ വെറുതെ ഇരിക്കുന്ന വസ്ത്രങ്ങൾ ചേംബർ ഓഫ് കൊമേഴ്സിനെ ഏൽപ്പിച്ചാൽ അത് കൃത്യമായ കരങ്ങളിൽ ഏൽപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളെ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ കാർത്തിക ദിനത്തിൽ ഇന്ന് ഭക്ഷണം സ്പോൺസർ ചെയ്യുന്ന അജിത്തിന് ഇന്ന് വരാൻ കഴിയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് നിങ്ങൾക്കായി തരാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് തൃക്കാർത്തിക ദിവസമാണ്. ഇന്ന് ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്നാണ് എൻ്റെയും നമ്മയൊക്കെ സൃഷ്ടിച്ച ഈശ്വര ചൈതന്യത്തിൻ്റെയും ആഗ്രഹം. അതുകൊണ്ടാണ് ഇന്ന് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിലും സഹകരണത്തിലും വിശക്കുന്ന വയറുകൾക്ക് വേണ്ടി ഇന്ന് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത്. ആയതിനാൽ എല്ലാവരും സന്തോഷത്തോടുകൂടി ആഹാരം കൈപ്പറ്റി സന്തോഷത്തോടുകൂടി ആഹാരം കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കാനും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും തൃക്കാർത്തിക ആശംസകൾ നേരുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ആരാധ്യയായ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട വരി വരിയാണ് നിൽക്കുന്നത്. തരുവും വരി വരിയാണ് തരുവും ആ പടി ഇருக்கு. வாங்க ஆளுக்கு இருக்கு. तरुण साइड में खड़ा करो. ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.